ശ്രീ യുവരാജ് ഗോകുൽ തോൽക്കുന്ന സീറ്റല്ല ഒരു സംശയം വേണ്ട. മഞ്ജുസ് പേഴ്സണലായി ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ശരി ആയിക്കോട്ടെ. ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഇവിടെ യുവരാജ് പറഞ്ഞു 303 സീറ്റ് BJP ഒറ്റയ്ക്കുണ്ട്. അല്ലല്ല, യുവരാജ് പറഞ്ഞതിന് മറുപടി പറയട്ടെ. യുവരാജ് പറഞ്ഞത് 303 സീറ്റ് BJP ഉണ്ടെന്നാണ്. ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ BJPയും BJPയുടെ സഖ്യകക്ഷികളും കൂടി ഇപ്പോൾ 353 ഉണ്ടെങ്കിൽ അത് 230 പോലും തികക്കില്ല. ജൂൺ 4 നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? ഇക്കാര്യത്തിനല്ല, ഈ അമേഠിയിലെ തന്ത്രം, അമേഠിയിലെയും ഒരു കാര്യം പറയട്ടെ. ഇദ്ദേഹം ശ്രീ അനിൽ ബോസ് ചർച്ചയുടെ ആദ്യ റൗണ്ടിലും സ്മൃതി ഇറാനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യംഗ്യാർത്ഥത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ റൗണ്ടിലും അദ്ദേഹം അത് സൂചിപ്പിച്ചു. ഞാൻ ആദ്യത്തെ റൗണ്ടിൽ അത് വളരെ സബ്റ്റിലായിട്ട് പോയതുകൊണ്ട് ഞാൻ അത് വിട്ടു. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അവിടെ സെർച്ച് ചെയ്താൽ മതി, ഭൂമിശാസ്ത്രം കിട്ടും, ആ ശാസ്ത്രം കിട്ടും എന്നൊക്കെ പറഞ്ഞു. അനിൽ ബോസിനോട് എനിക്ക് അങ്ങോട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മൃതി ഇറാനിയെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ഭൂമിശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഒക്കെ കണ്ടുപിടിക്കുന്നതിനൊപ്പം അങ്ങയുടെ നേതാവായ സോണിയാഗാന്ധിയെ കുറിച്ച് കൂടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവരുടെ ഭൂമിശാസ്ത്രവും അവരുടെ ജ്യോതിശാസ്ത്രവും ഒക്കെ കൂടി കണ്ടുപിടിക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാണ്. ഓക്കെ, ഇത്തരത്തില് വ്യക്തിഹത്യ ചെയ്യുന്ന തലത്തില് അങ്ങ് ഇവിടെ ഇരുന്നു കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് അങ്ങ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. എന്താണ്? അങ്ങയുടെ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കരുത്, അപഹസിക്കരുത് എന്നൊക്കെ. ഈ രണ്ടും കൂടി ഒരുമിച്ച് ഓടില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങേ വിനീതമായിട്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ റായ്ബറേലിയിൽ മത്സരിക്കുകയോ അമേഠിയിൽ മത്സരിക്കുകയോ വയനാട്ടിൽ പോയി മത്സരിക്കുകയോ ഗോകർണത്തിൽ പോയി മത്സരിക്കുകയോ ഇത് ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? വയനാട്ടുകാരെ വഞ്ചിക്കുന്ന അത് BJPയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ഞാൻ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പിന്നിൽ എന്താണ്? വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, വയനാട്ടുകാരെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ അത് അനിൽ പറയുന്ന കാര്യം വയനാട്ടുകാർക്ക് അറിയാമായിരുന്നുവല്ലോ. എന്തായാലും രാഹുൽ മറ്റൊരു സീറ്റിൽ കൂടി മത്സരിക്കുമെന്ന്. രാഹുൽ ഗാന്ധി അതിന് മുമ്പ് പ്രചരണം നൽകിയിരുന്നു. ഞാനത് രണ്ടാമത്തെ സീറ്റിൽ മത്സരിക്കാൻ പോവുകയാണെന്ന്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ഇവരെ തന്നെയല്ലേ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയമായ സ്ട്രാറ്റജി ആയിരുന്നു. ഇപ്പൊ ഷാജി ജോസഫ് സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പരിധിവരെ കോൺഗ്രസിനെ ഫേവർ ചെയ്താണ് സംസാരിക്കാൻ ശ്രമിച്ചതെങ്കിൽ അടിച്ചതൊരു സെൽഫ് ഗോളാണ്. എന്താണ്? രാഹുൽ ഗാന്ധി ആരും അറിയാതെ തലയിൽ കൂടെ മുണ്ടിട്ട് അവിടെ ചെന്ന് മത്സരിക്കുകയായിരുന്നു. എന്തിനാണ്? പ്രത്യേകിച്ച് ഒരു കരുത്തനായ സ്ഥാനാർത്ഥി അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിമുട്ടാവും. മനസ്സിലാക്കി കളഞ്ഞ ഒരു സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട സ്ഥാനാർത്ഥിയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും റായ്ബറേലിയിൽ കടന്നുകൂടി പോവാം. ഇതായിരുന്നു കോൺഗ്രസിന്റെ സ്ട്രാറ്റജി. എന്താ എന്റെ ഉദ്ദേശം? കോൺഗ്രസിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭരണം പിടിക്കുക എന്നുള്ളതല്ല. രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും തലയിൽ കൂടെ മുണ്ടിടിപ്പിച്ചിട്ടായിരുന്നാലും പാർലമെന്റിലേക്ക് കൊണ്ടിരുത്തുക എന്നുള്ളത് മാത്രമാണ് സ്ട്രാറ്റജി. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അല്ലാണ്ട് വേറെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾ 303. എന്തായാലും നിങ്ങൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ, നിലവിലെ NDAക്ക് 230 കിട്ടുമെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. അനിൽ ബോസ്, ഞാൻ നിങ്ങളോട് തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇത്തവണയെങ്കിലും 55 എംപിമാരെ കിട്ടുമോ പ്രതിപക്ഷ നേതാവിനെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? ഒരക്ഷരം പോലും തെറ്റിയില്ല. നിങ്ങൾ ഇന്ന് ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് മത്സരിക്കുന്നുണ്ടല്ലോ. ഈ എന്ന് പറയുന്ന ഒരു പാർട്ടി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മുന്നണിക്ക് മൊത്തമായിട്ടെങ്കിലും 55 സീറ്റ് കിട്ടും പ്രതിപക്ഷ നേതാവിനെ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഈ ഡൽഹിയിലോ എന്താണ് മുസ്ലിം പോലും നിർത്താത്തെന്നൊക്കെ പറഞ്ഞു. ഞാനൊരു 11 സംസ്ഥാനങ്ങളുടെ പേര് വായിക്കാൻ. ഡൽഹി, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന, തെലങ്കാന, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഈ 11 സംസ്ഥാനങ്ങളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുടെ പേര് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ നിന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അത് ഉത്തരം പറ. ഇല്ലല്ലോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ പല നേതാക്കളും രാജിവെച്ച് പോകുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗുജറാത്തിലാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി.